ഹലോ, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാത്രി ഒരു 8:30 മണിയായി കേട്ടോ. അപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കീർത്തനയും കുഞ്ഞും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള സിന്ധുവും കൂടി തൂത്തുക്കുടിയിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളെ ട്രെയിൻ കയറ്റാനായിട്ട് ശരത്തും സാറും നിരഞ്ജനയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 11:30ക്കാണ് കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ പാലരുവി ഉള്ളത്. അപ്പം അതിനു മുമ്പ് നമ്മൾ കൊല്ലത്തുനിന്ന് പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ സിന്ധുവിൻ്റെ വീട്. അപ്പം നമ്മൾ പോണ വഴിക്ക് സിന്ധുവിനെയും കൂടെ കയറ്റിയാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പള്ളിമുക്കിനടുത്തുള്ള അൽ ഹയത്തിൽ കയറിയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ബിരിയാണി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാർ എന്തായാലും ബിരിയാണി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ കൊണ്ടുപോയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അൽ ഹയത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയി സീറ്റിലേക്ക് ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ബിരിയാണിയല്ലേ നമുക്ക് വേണ്ടുന്നത്, അപ്പോൾ ബിരിയാണി മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇരുന്നത് കേട്ടോ. പക്ഷേ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ കേട്ടോ പണി പാളിപ്പോയി കേട്ടോ. അപ്പം ബിരിയാണി അവിടെ ഇല്ല. ബിരിയാണി ഊണുമൊക്കെ ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഇപ്പം വേറെ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം മന്തി ടൈപ്പ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അപ്പം, ബെറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബെറോട്ടയും മന്തിയും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. കൂടെ നമ്മുടെ ബട്ടർ ചിക്കനും വാങ്ങിച്ചു കേട്ടോ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര വിലയൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കയറിയിട്ട് ഏകദേശം 1000-ന് അടുപ്പിച്ചാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ. നല്ല വയറ് നിറയെ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നു. കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. കീർത്തന തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ടും കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പെറോട്ടയും ചിക്കനുമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. എവിടെ പോയാലും അത് തന്നെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. അതും ചായയും ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിയിട്ട് സാറും നിരഞ്ജനയും കൂടെ തിരിച്ച് അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. ശരത്ത് ബസ് കയറി അങ്ങ് ചേർത്തലേക്കും പോവുകയാണ്. അപ്പോൾ ശരത്തിന് നാളെ ഓഫീസിൽ പോകണം. അപ്പം നൈറ്റ് അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തൂത്തുക്കുടിയിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ പാലരുവി വരാൻ ഏകദേശം ഇനിയും ഉണ്ട് കേട്ടോ സമയം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാലരുവിയിൽ റിസർവേഷൻ ഉണ്ട് കേട്ടോ. ബുക്ക് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. സാധാരണ ഞാനും സാറും ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ ബുക്കൊന്നും ചെയ്യാറില്ല, കയറി പോയാണ് പതിവ്. സീറ്റെല്ലാം കിട്ടും. മോള് നോക്കി എവിടെ പോണെന്ന് പറഞ്ഞു. എവിടെ പോണ പറ. നമ്മൾ കിടന്ന് ഉറങ്ങി അപ്പം ഹനയുടെ തൂത്തുക്കുടിയുടെ ഒരു ഷോർട്ട് ഫോമാണ് കേട്ടോ. തൂത്തു ചേർത്തലയുടെ ഷോർട്ട് ഫോം ചേത്തു, നമ്മുടെ ചാത്തന്നൂരത്തെ ഷോർട്ട് ഫോം ചാത്തു. അപ്പം തൂത്തൂലാണോ ചാത്തൂലാണോ ചേത്തൂലാണോ എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവൾ തന്നെ ആൻസർ തരുകയും ചെയ്യും കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ തൂത്തുക്കുടി തന്നെയാണ് കേട്ടോ. അതാണ് അവളുടെ വീടെന്നാണ് അവൾ പറയുന്നത്. കാരണം കൊച്ചിലേ തൊട്ടേ അവൾ അവിടെ തന്നെയാണല്ലോ. എപ്പോഴും അവൾ ഇങ്ങോട്ട് കുറച്ച് ദിവസത്തേക്കല്ലേ വരാറുള്ളൂ. അതുകൊണ്ട് അവളുടെ യഥാർത്ഥ വീട് തൂത്തുക്കുടിയിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ പാലരുവി വന്നു. അപ്പം ഞങ്ങൾ ദാണ്ടേ ട്രെയിനിലേക്ക് കയറുകയാണ്. അപ്പം നമുക്ക് ഒരു മിഡിൽ ബെർത്തും ഒരു അപ്പർ ബെർത്തും ഒരു സൈഡ് അപ്പറുമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ സാധാരണ 11:30 ആവുമല്ലോ ട്രെയിൻ വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ആളുകളെല്ലാം എല്ലാ സീറ്റിലും ആളുകൾ കിടപ്പുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചെന്ന് പതുക്കെ പൊക്കി താഴെയൊക്കെ ഇറക്കണം അവരെ. അപ്പം അതിൻ്റെയൊക്കെ ഇൻചാർജ് നമ്മളെ കാത്തൂനാണ് കേട്ടോ. അപ്പോൾ കാത്തുവാണ് നമ്മളെ കിടത്തുന്ന ആൾ കേട്ടോ. അപ്പോൾ കാത്തു പോയി എല്ലാവരുടെയും സീറ്റ് ഒഴിപ്പിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ കാത്തു വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹന കുറച്ച് ജ്യൂസ് എല്ലാം കുടിക്കാറുണ്ട്. അപ്പം സാധാരണ ആപ്പിളിൻ്റെ ജ്യൂസാണ് കുടിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് അവൾ കുടിക്കും കേട്ടോ. അത് കുടിച്ചാണ് അവൾ കിടന്നുറങ്ങുന്നത് കേട്ടോ. അത് കൊച്ചിലേ ഉള്ള ഒരു ശീലമാണ് കേട്ടോ. പാലുകുടിയൊക്കെ മാറിയപ്പം ഉള്ള ഒരു ശീലമാണ് കേട്ടോ. അപ്പം അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് അവരവരുടെ ബർത്തിലേക്ക് കയറി കേട്ടോ. ഈ ഹനയ്ക്കാണെങ്കിൽ അപ്പർ ബർത്തിലാണ് ഹന കിടക്കുന്നത്. ഹനയ്ക്ക് അതാണ് ഇഷ്ടം. ഹന എപ്പോഴും അപ്പർ ബർത്തിലാണ് കീർത്തനയായിട്ട് പോകുമ്പോൾ കിട്ടുന്ന സീറ്റ് അവിടെയാണ് കേട്ടോ. അപ്പം അപ്പർ ബർത്തിലേ അവൾ കയറത്തുള്ളൂ, അവൾ കിടക്കത്തുള്ളൂ കേട്ടോ. അത് അവളുടെ ബർത്താണ്. കുറേ സമയമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. TTRനെയൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിടന്ന് ഉറങ്ങിയത്. അതാ നേരമൊക്കെ വെളുത്തു. നമ്മളിതാ തൂത്തുക്കുടിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഏകദേശം 6:15 ആയിട്ടുണ്ട്.
അപ്പോഴത്താ നമ്മൾ തൂത്തുക്കുടിയിലേക്ക് എത്തിയിട്ടുണ്ട്, സ്റ്റേഷനിലായിട്ടുണ്ട് കേട്ടോ. അപ്പം തൂത്തുക്കുടിയിൽ വരുമ്പോൾ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൂത്തുക്കുടിയുടെ ആ ഒരു ഏരിയയിലോട്ട് കടക്കുമ്പോൾ തന്നെ നമ്മൾ വെട്ടി അങ്ങ് വിയർക്കാൻ തുടങ്ങും കേട്ടോ. അത്ര ചൂടാണ്, ഫുൾ ടൈം ചൂടാണ്, രാപ്പകൽ ചൂടാണ് കേട്ടോ. തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഉപ്പളങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണ്, അറിയാമല്ലോ. അപ്പോൾ എന്തുമാത്രം ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അവിടെ കുറച്ച് കാലാവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ട് കേട്ടോ. കുറച്ച് തണുപ്പാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ഇതിനൊക്കെ രാവിലെ 6:30-ക്കൊക്കെ കിടുങ്ങിയാണ് കേട്ടോ ചെന്നിറങ്ങുന്നത്. അത്രയ്ക്ക് തണുപ്പാണ് ചില സമയത്ത് കേട്ടോ. അപ്പം നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് അത്ര അത്യാവശ്യം AC ഒന്നും നമുക്ക് വേണമെന്നില്ല. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മൾ തൂത്തുക്കുടിയിലെത്തി. അങ്ങനെ തൂത്തുക്കുടി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.